ലോകത്തിലെ തന്നെ ഏറ്റവും വലുതും നൂതനവുമായ മൃഗസംരക്ഷണ പരിപാലന പദ്ധതികളിൽ ഒന്നായി ആഘോഷിക്കപ്പെട്ട ഒന്നായിരുന്നു 2024 ഗുജറാത്തിലെ ജാംനഗറിൽ അനന്ത് അംബാനി ആരംഭിച്ച വന്യജീവി സംരക്ഷണ പദ്ധതിയായ വൻധാര. റിലയൻസ് ഫൗണ്ടേഷന്റെ പിന്തുണയോടെ 3000 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന വൻധാര ഇന്ത്യയിലെയും ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളിലെയും മൃഗങ്ങളെ രക്ഷിക്കുക, പുനരധിവസിപ്പിക്കുക, ലോകോത്തര സൗകര്യങ്ങൾ ഒരുക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെയായിരുന്നു തുടങ്ങിയത്. എന്നാൽ 2025 പകുതിയോടെ ആരോപണങ്ങളും വിമർശനങ്ങളും കൊണ്ട് വൻധാര മൂടപ്പെട്ടു. ആഗസ്റ്റിൽ സുപ്രീം കോടതി വൻധാരയെക്കുറിച്ച് അന്വേഷിക്കാൻ ഉത്തരവിട്ടതോടെ വാർത്തകളിൽ വീണ്ടും ഇടം പിടിച്ചിരിക്കുകയാണ് വൻധാര. സുപ്രീം കോടതി രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘം വൻധാരയ്ക്കെതിരായ ആരോപണങ്ങളിൽ അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. മുൻ ജഡ്ജി ജസ്റ്റിസ് ചെലമേശ്വറിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം വ്യാഴാഴ്ച വൻധാര സന്ദർശിച്ച് സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള 3 ദിവസത്തെ അന്വേഷണം ആരംഭിച്ചിരുന്നു. ജൂലൈയിൽ കോലാപൂർ ക്ഷേത്രത്തിൽ നിന്ന് ഒരു പെൺ ആനയെ വൻധാരയിലേക്ക് മാറ്റിയതിനെ തുടർന്ന് സമർപ്പിച്ച 2 പൊതു താൽപര്യ ഹർജികളിലെ ആരോപണങ്ങളിൽ നിന്നാണ് അനന്ത് അംബാനിയുടെ വൻധാരയെക്കുറിച്ചുള്ള സുപ്രീം കോടതി അന്വേഷണം ഉടലെടുത്തത്. വാർത്താ റിപ്പോർട്ടുകൾ, ലേഖനങ്ങൾ, സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ, വിവിധ മൃഗാവകാശ സംഘടനകളിൽ നിന്നുള്ള പരാതികൾ എന്നിവയെ അടിസ്ഥാനമാക്കി വൻധാരയ്ക്കെതിരെ നിരവധി പരാതികളാണ് ഹർജികളിൽ ഉന്നയിച്ചത്. വൻധാരയിലെ കാലാവസ്ഥ, പാരിസ്ഥിതിക സാഹചര്യങ്ങൾ, പ്രജനന സംരക്ഷണ പരിപാടികൾ, ജൈവ വൈവിധ്യ വിഭവങ്ങളുടെ ഉപയോഗം, ജലത്തിന്റെയും കാർബൺ ക്രെഡിറ്റുകളുടെയും ദുരുപയോഗം, വിവിധ നിയമങ്ങളുടെ ലംഘനം, നിയമവിരുദ്ധ മൃഗവ്യാപാരം, വന്യജീവി കടത്ത് എന്നിവയും ആരോപണങ്ങളിൽ ഉൾപ്പെടുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. വൻധാര വ്യാവസായിക മേഖലകൾക്ക് വളരെ അടുത്താണോ സ്ഥിതി ചെയ്യുന്നതെന്നും പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിക്കുന്നതായി റിപ്പോർട്ടുകളുണ്ട്. പത്രവാർത്തകൾ, സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ, NGO-കൾ, വന്യജീവി സംഘടനകൾ എന്നിവയിൽ നിന്നുള്ള പ്രത്യേക പരാതികൾ എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് ഈ 2 ഹർജികളും സമർപ്പിച്ചിരിക്കുന്നത്. ഇന്ത്യയിൽ നിന്നും വിദേശത്തു നിന്നും നിയമവിരുദ്ധമായി മൃഗങ്ങളെ വാങ്ങൽ, തടവിൽ വെച്ചിരിക്കുന്ന മൃഗങ്ങളെ ദുരുപയോഗം ചെയ്യൽ, സാമ്പത്തിക ക്രമക്കേടുകൾ, കള്ളപ്പണം വെളുപ്പിക്കൽ തുടങ്ങിയ നിരവധി ആരോപണങ്ങളും പരാതിയിൽ ഉന്നയിക്കുന്നുണ്ട്. ഗുജറാത്തിലെ റിലയൻസിന്റെ ജാംനഗർ റിഫൈനറി കോംപ്ലക്സിന്റെ പരിസരത്താണ് വൻധാര സ്ഥിതി ചെയ്യുന്നത്. 2024 ഫെബ്രുവരി 26-നാണ് ഈ കേന്ദ്രം ആരംഭിച്ചത്. വൻധാര അഥവാ വനത്തിന്റെ നക്ഷത്രം എന്നർത്ഥം വരുന്ന ഈ കേന്ദ്രം മനുഷ്യരും മൃഗങ്ങളും തമ്മിലുള്ള ഐക്യവും സഹവർത്തിത്വവും നിലനിർത്തിക്കൊണ്ട് മൃഗസംരക്ഷണത്തെ പുതിയ ഉയരങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അനന്ത് അംബാനി വൻധാരയെ പടുത്തുയർത്തിയത്. മൃഗങ്ങൾക്ക് വേണ്ടി ശാസ്ത്രീയമായി രൂപകൽപ്പന ചെയ്ത ചുറ്റുപാടുകൾക്കൊപ്പം സംരക്ഷണ കേന്ദ്രത്തിൽ ഹൈഡ്രോ തെറാപ്പി പൂൾ അഥവാ ജലചികിത്സയ്ക്കായുള്ള കുളങ്ങൾ, സന്ധിവാത ചികിത്സയ്ക്കായുള്ള ആനകൾക്കായുള്ള വലിയ ജക്കൂസി, ഒന്നിലധികം ജലാശയങ്ങളും വൻധാരയിലുണ്ട്. MRI, X-ray, ICU, CT സ്കാൻ, ഡെന്റൽ സ്കെയിലറുകൾ, എൻഡോസ്കോപ്പി, ലിത്തോട്രിപ്സി, ഡയാലിസിസ്, അൾട്രാസൗണ്ട് ശസ്ത്രക്രിയകൾക്കായി വീഡിയോ കോൺഫറൻസിംഗ് തുടങ്ങിയ വിപുലമായ സൗകര്യങ്ങളും വാഗ്ദാനം ചെയ്യുന്നതാണ് വൻധാരയിലെ 1,00,000 ചതുരശ്ര അടി വിസ്തീർണമുള്ള ആശുപത്രിയും മെഡിക്കൽ ഗവേഷണ കേന്ദ്രവും. ഏത് തരത്തിലുള്ള ശസ്ത്രക്രിയയും നടത്താൻ കഴിയുന്ന തരത്തിലാണ് ഇവയെല്ലാം തന്നെ സജ്ജീകരിച്ചിരിക്കുന്നത്. ഇതൊരു സുവോളജിക്കൽ പാർക്കല്ല, സേവാലയാണെന്നാണ് അനന്ത് വൻധാരയെ കുറിച്ച് പറഞ്ഞത്. 1.5 വർഷം കൊണ്ടാണ് പലവിധ വിമർശനങ്ങളും ആരോപണങ്ങളും കൊണ്ട് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സ്വകാര്യ മൃഗശാലകളിൽ ഒന്നെന്ന അവകാശവാദവുമായി വന്ന വൻധാര സംശയനിഴലിലായത്. ഏഷ്യയിലെ വലിയ സമ്പന്ന കുടുംബത്തിലെ അംഗത്തിന്റെ ഉടമസ്ഥതയിലുള്ള കേന്ദ്രം എന്നതും റിലയൻസിന്റെ റിഫൈനറി കേന്ദ്രത്തിന്റെ പരിസരത്തെ നിർമ്മിതി എന്നതും വൻധാരയുടെ സൃഷ്ടിയെ തന്നെ ചോദ്യം ചെയ്യുകയാണ്.